ആൾക്കാർ കേറിക്കുന്ന സ്ഥലം കണ്ടെങ്കിൽ അത് റസൂലുള്ളാഹിനെ കാണിച്ചു കൊടുത്തൊരു ജൂത സ്ത്രീന്റെ വീടിന്റെ അവശിഷ്ടങ്ങളാണ് ബാക്കി. റസൂലുള്ളാഹി ഇരുന്ന സ്ഥലമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഈ അരക്കല്ലില്ല, ഈ വലത്തെ കണ്ടില്ല, ഈ കൂടിന്റെ ഒരു അരക്ക് കല്ലിന്റെ മാതിരി റസൂലുള്ളാഹി ചോര വെച്ചിട്ട് ഇരുന്ന സ്ഥലമാണ്. റസൂലുള്ളാഹിക്ക് കല്ലുകൾ കൊണ്ടിട്ട് ആ ബോർഡും എഴുതിയിട്ടുണ്ട്. ആ ബോർഡും എഴുതിയിട്ടുണ്ട് കേട്ടോ. റസൂലുള്ളാഹിക്ക് കല്ലുകൾ കൊണ്ടിട്ട് ചോര ഒട്ടിയിട്ട് റസൂലുള്ളാഹി വന്ന് ഇരുന്ന സ്ഥലമാണത്. അത് ശരി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മസ്ജിദ് കോഴെന്ന് റസൂലുള്ളാഹി ഇരുന്ന സ്ഥലം. ഈ ഒറ്റപ്പാട്ട് കണ്ടില്ല, ചെറിയൊരു പള്ളി ഉണ്ടാ. ഞങ്ങൾ പണ്ട് വന്നതിന്റെ ഉള്ളിൽ കയറിക്കണേ ഒന്ന് തുറന്നിട്ടുണ്ട്. ഇനി എല്ലാരും മുകൾക്ക് നോക്കാം. ഒരു ചെറിയ കല്ലിന്റെ മേലെ ഒരു വലിയ പാറക്കല്ല്, എല്ലാരും നോക്കിക്കോളി. ഒരു വലിയ കല്ലിന്റെ അടിയില് ചെറിയ കല്ല്, ആ കല്ല് മേലെന്ന് ഉരുട്ടിയിട്ട് അവിടെ എത്തിയപ്പോ ആ ചെറിയ കല്ലുകൊണ്ട് തടഞ്ഞു നിർത്തിയതാണ്. ഈ കാണും നന്നായി കായ ഉരുട്ടിയിട്ട് റസൂലുള്ളാ ത്വായിഫിൽ വന്നിരിക്കുമ്പോൾ ശത്രുക്കൾ നബി തങ്ങളെ വധിക്കാൻ വേണ്ടിക്കൊണ്ടും മുകളിൽ നിന്ന് ഉരുട്ടിയിട്ട വലിയ പാറക്കല്ലാണ്. മഹാനാ ജിബ്രീൽ അലൈഹിസ്സലാം ചെറിയ കല്ല് കൊണ്ട് അതിന് തടഞ്ഞു നിർത്തിയ. ഇപ്പൊ ഇവിടെ നമ്മൾ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഈ സാധനം ഉണ്ടല്ല, ഇവിടെ റസൂൽ ഇരുന്നത് ഒരു പള്ളിയാണത്. അവിടേക്ക് മേലെ കല്ല് വരികയാണ്. ആ കല്ല് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചെറിയ കല്ല് വെച്ചിട്ട് ആ ചെറിയ കല്ലുമ്പോ എങ്ങനെ ഒരു വലിയ കല്ല് നിൽക്കാം ആലോചിക്കണി. അത് നിർത്തിയതാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിർത്തിയതാണ്. എല്ലാരും കണ്ടില്ല? വണ്ടി ഓടട്ടെ. അതെ, ആ ഒരു പാറക്കല്ല് വേറെ തന്നെയാണ് കണ്ടങ്ങള്. ആ ഒരു പാറക്കല്ല് വേറെ തന്നെയാണ്. ലത്തീഫ് ഗോത്രക്കാരൊക്കെ ഈ ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പൊ അവർ താമസിക്കുന്ന ഏരിയ ആണ്.